ഹേ ഗെയ്സ്, അപ്പം ഞാൻ കുറേ ദിവസമായി ഏട്ടനോട് പറയുന്നത് നൈറ്റ് റൈഡ് പോവാന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റ് റൈഡ് പോവാന്ന് ഗെയ്സ്. എപ്പം നൈറ്റ് റൈഡ് പോവാന്ന് പറഞ്ഞ് പോയാലും നമ്മൾ അവസാനം എത്തുന്നത് ഗോൾഡൻ ലേക്കായിരിക്കും. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലീഡിനെ വീട്ടിലാക്കിയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അടുത്ത് കിട്ടുന്ന സ്പോട്ടിലേക്കായിരിക്കും പോകുന്നത്. അപ്പം ഏറ്റവും അടുത്ത് കിട്ടുന്ന ഗോൾഡൻ ആയതുകൊണ്ട് അവിടെ പോകുന്നതേ ഉള്ളൂ. ഡെലിവറിക്ക് തൊട്ട് മുമ്പത്തെ ദിവസം വരെ ഏട്ടനും ഞാനും ഫുള്ള് ഉറക്കം തന്നെ ഉണ്ടായിന്. കുറച്ച് സമയം കിട്ടിയാൽ ഏട്ടൻ വേഗം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ സൺഡേ ഇങ്ങനെയെല്ലാം ഫ്രീ ടൈമെല്ലാം കിട്ടുമ്പോൾ ഏട്ടനോട് ഞാൻ പറയാം എവിടെയും കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ദൂരം അങ്ങനെ ട്രിപ്പൊന്നുമല്ല, ടൗണിലേക്ക് പോകല്, ബീച്ചിലേക്ക്, പിന്നെ അങ്ങനെയല്ലാന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകല്, പുതിയ സ്പോട്ട് എവിടെയും കണ്ടാൽ. ഇതാണ് എൻ്റെ കറക്കം. ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും ഇതെല്ലാം എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെന്ന്. പിന്നെ ആഫ്റ്റർ ഡെലിവറി എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്ന് ഡെലിവറി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് 3 months നമുക്ക് എവിടെയും പുറത്തൊന്നും അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ എന്നോട് തന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനി കുഞ്ഞിനെയും നോക്കിയിരിക്കലാണ് പണി, അല്ലാണ്ട് നമുക്ക് മുമ്പത്തെ പോലെ കറങ്ങാനും പാർട്ട്ണർ ഒന്നിച്ചിങ്ങനെ കറങ്ങി നടക്കലൊന്നും ഇനി നടക്കൂല. ഇനി മക്കളെയും നോക്കി ഇങ്ങനെ വീട്ടിലിരിക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ഹസ്ബൻഡ് വൈഫ്, ആ ഒരു കണക്ഷൻ ഒരിക്കലും പോകാൻ പാടില്ല. നമ്മൾ കുഞ്ഞിന്, ഇപ്പോൾ ഞാനായാലും ഏട്ടനായാലും നമ്മൾ കുഞ്ഞിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ബട്ട് അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുമ്പോഴും നമ്മളൊരു പരസ്പരം ഉള്ളൊരു ബോണ്ടിങ് ഉണ്ട്. ഞാൻ ഏട്ടൻ എനിക്ക് തരുന്ന ഒരു പ്രയോറിറ്റി ഉണ്ട്. അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ പറഞ്ഞ ഏട്ടൻ എനിക്ക് പ്രയോറിറ്റി തരുന്നില്ല എന്നല്ല കേട്ടോ. നമ്മൾ ലീവ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ആ ഇമ്പോർട്ടൻസ് നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിലും കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെനിക്ക് ഏട്ടൻ എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു പോസ്റ്റ് പാർട്ടം സ്റ്റേജ് ഇങ്ങനെയാണ് എന്നെല്ലാം ഏട്ടനറിയാം. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ ഏട്ടനറിയാം. ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്കനുസരിച്ചിട്ട് ഏട്ടൻ എല്ലാ കാര്യം എനിക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് പാർട്ടം സ്റ്റേജിനെ കുറിച്ച് എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ബട്ട് അതെനിക്ക് അങ്ങനെ ക്യാമറയുടെ മുന്നിൽ അങ്ങനെ പറയാൻ എനിക്ക് ഭയങ്കര ചെമ്മലാണ്. അപ്പോൾ അതെപ്പെങ്കിലും ഓക്കെ ആയെങ്കിൽ ഞാൻ എന്തായാലും ഒരു പോസ്റ്റ് പാർട്ടത്തിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതേട്ടൻ ഡയറ്റാണ്. എന്നിട്ട് ഏട്ടൻ എൻ്റെ ഒന്നിച്ച് വന്നിട്ട് നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞ് വന്നിട്ട് ഏട്ടനെ കൊണ്ട് ഞാൻ തീറ്റിക്കുകയാണ് ഗെയ്സ്. ഏട്ടന് സത്യം പറഞ്ഞാൽ അത് കഴിക്കാൻ താല്പര്യമില്ല. ഏട്ടന് ഈ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ എല്ലാ കാര്യം കംപ്ലീറ്റ് ഒഴിവാക്കിയാണ്. എന്നാലും എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഗെയ്സ്, നമ്മൾ ടൗണിലൊന്ന് ചുറ്റിക്കറങ്ങി വീട്ടിലെത്തി. അപ്പോൾ ഇപ്പം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.